ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ആക്ഷൻ ത്രില്ലർ മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇന്ന് തിയേറ്റർ വഴി റിലീസ് ചെയ്ത സിനിമയാണ്, കന്നഡ മൂവിയാണ്. സിനിമയുടെ പേര് വരുന്നത് മാക്സ് എന്നാണ്. സിനിമയുടെ പേര് വരുന്നത് വിജയ് കാർത്തികയുടെ സംവിധാനത്തിൽ നമ്മുടെ കിച്ച സുദീപ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്, കന്നഡ മൂവിയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മാക്സ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയിൽ വരലക്ഷ്മി ശരത് കുമാർ, സുനിൽ, സംയുക്ത ഹൊർനാട്, സുകൃത വാഗ്ലെ, അനിരുദ്ധ് ഭട്ട് എന്നിവരും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സിനിമ എന്നുള്ളത് കന്നഡ ചിത്രമാണ്. കന്നഡ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഈ വർഷത്തെ 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പം കേരളത്തിൽ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയെ കുറിച്ച് വിശേഷങ്ങൾ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ മലയാളം, തമിഴ് എല്ലാ ഡബ്ല്യൂവേഷൻ അവൈലബിൾ ആണ്. ഞാൻ തമിഴാണ് കണ്ടത്. ഒരു എന്താ പറയാ, നമുക്കൊരു ബോറടി ഇല്ലാതെ കണ്ടു തീർക്കാൻ പറ്റിയൊരു സിനിമ, എൻഗേജിങ് ആയിട്ട് കണ്ടു തീർക്കാൻ പറ്റിയൊരു സിനിമ. അതാണ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. ഒറ്റ രാത്രി നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു ദിവസം നമ്മുടെ നായകൻ ഒരു പോലീസ് ഓഫീസർ ആയിരിക്കും, സസ്പെൻഷനിലായ പോലീസ് ഓഫീസർ ആയിരിക്കും. അദ്ദേഹം വേറൊരു സ്റ്റേഷനിലേക്ക് സ്ഥലം മാറി വരികയാണ്. അന്ന് രാത്രി ആണ് സ്ഥലം മാറി വന്നിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അന്ന് രാത്രി സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ നമ്മുടെ നായകനും മൂലം ഒരു സംഭവം നടക്കുകയാണ്. പക്ഷെ സ്റ്റേഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല നമ്മുടെ നായകൻ. അപ്പൊ അന്ന് രാത്രി ആ നടക്കുന്ന സംഭവം, ആ ഒരു സംഭവം കൊണ്ട് പിന്നീട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നുള്ളത് വളരെ സംഭവബഹുലമായ ഒരു സംഭവമാണ് പിന്നീട് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അന്ന് ആ ഒരു ദിവസം രാത്രി പുലരുന്നത് വരെ നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നത്. സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് നമ്മളെ എൻഗേജ് ചെയ്തിരിക്കുന്ന സ്ക്രീൻ പ്ലേ തന്നെയായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്നുള്ളത്. അതുപോലെ തന്നെ കിച്ച സുദീപിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും കിട്ടിലനായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ, അദ്ദേഹം സ്ക്രീനിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അദ്ദേഹത്തിന്റെ ഡയലോഗ്സും മറ്റു കാര്യങ്ങളൊക്കെ അടിപൊളി പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രത്യേകത എന്നുള്ളത്. 2.25 മണിക്കൂറിന്റെ സിനിമയുടെ ദൈർഘ്യം. ആ 2.25 മണിക്കൂർ നമ്മളെ സീറ്റ് അടിച്ച് ത്രില്ലർ എന്നൊക്കെ പറയില്ല, അവർ പിടിച്ചിരുന്നുണ്ട്. ആക്ഷൻ കൊറിയോഗ്രാഫി രക്ഷയിലായിരുന്നു. കിഡിലൻ ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. VFX കാര്യങ്ങളൊക്കെ ചില ഭാഗങ്ങളൊക്കെ ചെറിയ പോരായ്മകളൊക്കെ തോന്നിയിട്ട് ഈ CGI വർക്ക് കാര്യങ്ങളൊക്കെ. പക്ഷെ എന്താ പറയാ, അതൊന്നും നമുക്ക് മൈൻഡ് എന്താ പറയാ, നമ്മുടെ ആസ്വാദനത്തെ ബാധിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. 2.25 മണിക്കൂർ കൊണ്ട് ആ ഒരു രാത്രി നടക്കുന്ന സംഭവം, നമ്മുടെ കൈദി സ്റ്റൈലൊക്കെ, കൈദിയിലെ ഒരു രാത്രി നടക്കുന്ന സംഭവമാണല്ലോ, കൊല്ലുന്ന വരെ നടക്കുന്ന ഒരു സംഭവമാണല്ലോ രാത്രി. പക്ഷെ ഈ ഒരു സിനിമ എന്നുള്ളത് ഒരു 90% എനിക്ക് തോന്നുന്നു ഒരു സ്റ്റേഷനുള്ളിൽ അതിന്റെ പരിസരത്തും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒരു 80% കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് കണ്ട സ്ഥലങ്ങൾ ഇനി ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാ, ഒരു ബോറടിക്കുന്നില്ല. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത എന്നുള്ളത്. തീരെ ബോറടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. എൻഗേജിങ് ആണ്. പിടിച്ചെടുത്ത കുറെ സംഭവ ബഹുലമായ മുഹൂർത്തങ്ങളുണ്ട്. പിന്നെ ക്ലൈമാക്സിലെത്തുമ്പോൾ ഒരു അടിപൊളി ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ അടിപൊളിയായിരുന്നു. അനാവശ്യമായിട്ടുള്ള ഒരു സീന് പോലും ഇല്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത എന്നുള്ള ഈ സിനിമകൾ. നമ്മളെ ഫസ്റ്റ് മുതൽ അവസാനം വരെ ആ ഒരു സ്റ്റോറി അങ്ങോട്ട് അതിലെ അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ പോവാണ്. ആ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രത്യേക സ്വാഗതയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു സ്ക്രീനിൽ വരുമ്പോഴുള്ള കിച്ച സുദീപിന്റെ. കണ്ടുനോക്കുക. ഒരു ആക്ഷൻ ത്രില്ലർ സിനിമ പ്രേമികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു മസ്റ്റ് വാച്ച് സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയിട്ടുള്ളത്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. മാക്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കണ്ടുനോക്കുക. തിയേറ്ററിൽ തന്നെ കാണുക. കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇതിനു മുമ്പേ തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്പോയിലർ കൂടാതെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.